നമ്മൾ ഇന്ന് ടിൻഡറിൽ കയറി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ടിൻഡറിലൊന്ന് വലവരിക്കാൻ പോവാണ്. അളിയൻ പറയോ അളിയന്റെ കല്യാണം സെറ്റായെന്ന്. ആള് അവന്റെ പാർട്ണറിനെ കണ്ടെത്തിയത് ടിൻഡറിലാണ്. നമുക്ക് അരികെ ആപ്പിൽ ഒന്ന് കയറി ഒന്ന് പയറ്റി നോക്കിയാലോ. അപ്പൊ പ്രൊഫൈൽ റെഡി ഗൈസ്. നമുക്കിനി ലെഫ്റ്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്യാൻ ടൈമായി. കമോൺ പോകുന്നു. എനിക്ക് നാണം വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ട് നേരത്തെ അരികയിൽ കയറിയില്ല? നല്ല പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരി ഗൈസ്. ഈ പെമ്പിള്ളേർക്കെല്ലാം പഴംപൊരിയാണല്ലോ. റൊമാൻസ് ടു മീ ഈസ് ഐ ഹാവ് നെവർ ലവ്ഡ് എനിവൺ. എത്ര വയസ്സുണ്ട്? 33. അത് വിശ്വസിക്കണം ഞാൻ എന്നിട്ട് ചെന്ന് ചാടിക്കൊടുക്കണം. വീഴുന്നത് വല്ല കിണറ്റിലോട്ടുമായിരിക്കും. ഇയർ 6 മാസത്തിലാണെങ്കിലും ഞാൻ സെറ്റിലാവാം. വേണ്ട, 30 മൈൻഡ് ആവരുത് ഗൈസ്. അങ്ങനെ ഒരാൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ഹായ് അടിക്കാം. പൊളി. ഞാൻ പണ്ട് പൊളിയല്ലേ പെമ്പിള്ളേരെ വീഴ്ത്തുന്നതല്ലേ. ഇന്ന് ഡ്യൂട്ടി ഇല്ല. ദൈവമേ, ഈ മഴയത്ത് ഞാൻ കൊച്ചി വരെ ഓടിച്ച് പോകേണ്ടി വരുമോ? ഹലോ ഗൈസ്, നമുക്കിന്ന് വ്യത്യസ്തമായിട്ടൊരു സാധനം പിടിച്ചാലോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല. നമ്മളിന്ന് ടിൻഡറിൽ കയറി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ടിൻഡറിലൊന്ന് വലവരിക്കാൻ പോവാണ്. നിങ്ങളും കൂടുന്നോ? നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതിനു മുന്നേ എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത്, എന്താണ് പ്രചോദനം, അത് പറയണമല്ലോ അല്ലേ. പറഞ്ഞുതരാം ഗൈസ്. സംഭവം, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ കാനഡയിൽ പോയിട്ട് ഒരു വർഷമായി. ഓക്കെ, അവൻ ഇന്നലെ എന്നെ വിളിച്ചു. കാനഡയാണ് അവൻ. കാനഡയിൽ ഇന്നലെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അളിയൻ പറയോ അളിയൻ്റെ കല്യാണം സെറ്റായെന്ന്. ഓക്കെ, നല്ല കാര്യം. കല്യാണം സെറ്റായതൊക്കെ വളരെ നല്ല കാര്യം. പക്ഷേ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ആള് അവൻ്റെ കാമുകിനെ കണ്ടെത്തിയത് ടിൻഡറിലാണ്. പാർട്ണറിനെ കണ്ടെത്തിയത് ടിൻഡറിലാണ്. അവൻ പറയുന്നത് കാനഡയിലൊക്കെ ഈ ടിൻഡർ പോലത്തെ സൈറ്റിൽ നിന്നൊക്കെ ലൈഫ് പാർട്ട്നേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് വർക്കൗട്ട് ആവും എന്ന് നമുക്ക് നോക്കിക്കൂടാ. അതും ഇവർ രണ്ടുപേരും മലയാളികളാണ്. ഇവർ രണ്ടുപേരും കാനഡയിൽ പോയി അവിടെ ചെന്ന് ഇവർ രണ്ടുപേരും ടിൻഡർ വഴി കണ്ടുമുട്ടിയാണ് ഇവർ എത്തിയിരിക്കുന്നത് വിവാഹത്തിലോട്ട്. അപ്പോൾ നമ്മളൊരു ട്രയൽ നടത്തുകയാണ്. നമുക്കും ടിൻഡറിലൂടെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, പക്ഷേ അതിനു മുന്നേ എൻ്റെ അടുത്ത് വേറെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തപ്പോൾ ഞാൻ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞത്, എടാ നമ്മുടെ കേരളത്തിൽ ഈ ടിൻഡർ അല്ല വർക്കിംഗ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് അരികെ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൈസ്, നമ്മളൊന്ന് പയറ്റിയിട്ട് തന്നെ കാര്യം. നമുക്ക് അരികെ ആപ്പിൽ ഒന്ന് കയറി ഒന്ന് പയറ്റി നോക്കിയാലോ. നമുക്കും നടക്കുമോ നോക്കണമല്ലോ. പിന്നെ കൂടെ കൂടുന്നതൊക്കെ കൊള്ളാം. എനിക്കെങ്ങാനും വല്ല ഊളത്തരവും സംഭവിച്ച ട്രോളരുത് പ്ലീസ്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് ആദ്യം വേണ്ടുന്നത് കുറച്ച് ഫോട്ടോഷൂട്ട്സാണ്. നല്ല അടിപൊളി ഫോട്ടോസ് ഇടണമെന്നാണ് അവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അപ്പം നമ്മൾ നല്ല കീഴ്ക്കാച്ചി കുറേ ഫോട്ടോസ് എടുത്തിരിക്കുകയാണ്. ഫോട്ടോസ് നിങ്ങൾക്ക് കാണണോ? കണ്ടോ എങ്ങനെയുണ്ട്? പോളി ഫോട്ടോസ് അല്ലേ? ആരെങ്കിലുമൊക്കെ വീഴാതിരിക്കുമോ ഗൈസ്? എനിക്ക് ഒരാളെങ്കിലും സെറ്റാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്കിനി അരികെ ഡൗൺലോഡ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ആപ്പ് സ്റ്റോർ. മലു ഗേൾസ്, ഹിയർ ഐ കം. ചേട്ടൻ വരുന്നു. നിങ്ങളെല്ലാം മിസ് ചെയ്ത ആ ഒരു സുന്ദരൻ ഇതാ എത്തിയിരിക്കുന്നു. ആപ്പ് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അരികെ. വാവ്, കൊള്ളാം, സൂപ്പർ. പുറത്ത് തന്നെ കൊള്ളാലോ. എഡിറ്റ് പ്രൊഫൈൽ കണ്ട ഗൈസ്, പ്രൊഫൈലെല്ലാം സെറ്റാണ്. 1 2 3 4 നല്ല അടിപൊളി ഫോട്ടോസ് 4 ഇട്ടിട്ടുണ്ട്. ഓഡിയോ പ്രോംപ്റ്റൊക്കെ കൊടുത്ത് ദ പെർഫെക്റ്റ് വീക്കെൻഡ് ഈസ് എ ഗെറ്റ് അവേ ടു റിസോർട്ട്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആൻ അബ്സല്യൂട്ട്ലി റാൻഡം യൂസ്ലെസ് ഫാക്ട്, ഗോയിങ് ഓൺ എ ഹോളിഡേ വിത്തൗട്ട് എ പാർട്ട്ണർ. ശരിയല്ലേ? ഒരു പാർട്ട്ണറില്ലാതെ ഹോളിഡേക്ക് വിട്ട് എന്ത് കാര്യം? ഇറ്റ്സ് ഓക്കെ ടു ലൈ ഇഫ് നെവർ. ഞാൻ ഒരിക്കലും അങ്ങനെ കള്ളം പറയാറില്ല. അപ്പോൾ പ്രൊഫൈൽ റെഡി ഗൈസ്. നമുക്കിനി ലെഫ്റ്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്യാൻ ടൈമായി. കമോൺ. ആഹാ, പേര് പറയാൻ പാടില്ല. പേരൊക്കെ മ്യൂട്ടാക്കും. പിക്ചേഴ്സും കേട്ടാ. ഓക്കെ, കൊള്ളാലോ. മെഴ്സിഡീസ് ബെൻസ് ബ്രോ.
42 കിലോമീറ്റേഴ്സ് കുറച്ച് ദൂരമാണ്. പാട് വീടും വേണ്ട, ലെഫ്റ്റ് അടിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ്. ബാങ്കർ 30 years. കൊള്ളാം, പിക്ചർ എന്നിട്ട് കൊള്ളാം. ദ ബെസ്റ്റ് സദ്യ ഐ ഹാവ് ഹാഡ് ഈസ് ട്രിവാൻഡ്രം സദ്യ. പൊളി. നമ്മൾ ട്രിവാൻഡ്രം, അപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാം. സെറ്റായാൽ വരും, സദ്യ മേടിച്ചു കൊടുക്കാന്ന് പറയാല്ലേ. എന്തായാലും വരും, വരാതിരിക്കില്ല. ഇഫ് യു ഷോ മീ ദ റിയൽ യു ആൻഡ് ഐ ഗെറ്റ് ടു സീ യുവർ ബ്യൂട്ടിഫുൾ സോൾ. എനിക്ക് നാണം വരും കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ലുലു ഫാഷൻ ഡിസൈനർ, കൊള്ളാം, പൊളി. ഇഫ് യു ലൈക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്, I am purely demisexual type. What is demisexual? The type of attraction that is based on immediately observable characteristics such as appearance or smell. സ്പ്രേ ഉണ്ടായിരുന്നത് വളരെ നന്നായി. പുറത്തന്നെ അടിച്ചേക്കാം. ഇനിയിപ്പോൾ സ്മെല്ലില്ലെന്ന് പറഞ്ഞ് പോകണ്ട, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. താല്പര്യമില്ല, നമുക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നാൽ എനിക്ക് താല്പര്യമില്ലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഓക്കെ, ഇരിക്കുന്നുണ്ട് ലൈക്ക്. എന്തുകൊണ്ട് നേരത്തെ അരികയിൽ കയറില്ല? കുറച്ച് നേരത്തെ കയറേണ്ടിയിരുന്നു ഗേൾസ്. പഴംപൊരി ഏറ്റവും ഫേവറേറ്റ് കടി. മമ്മൂട്ടി ഓർ മോഹൻലാൽ? മമ്മൂക്ക. തെറ്റായാലും നമുക്ക് കുഴപ്പമില്ല. ദ വൺ മലയാളം മൂവി ഡയലോഗ് ദാറ്റ് ഓൾവേസ് ഗെറ്റ് മീ. ജീവിതത്തിൽ ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കുക എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അത് കൊള്ളാം, അത് തന്നെയാണ് നമ്മുടെയും ഇപ്പോഴത്തെ പ്ലാൻ. പക്ഷെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ബോയ്സ് കൊള്ളാം. നമുക്ക് സ്വൈപ്പ് അടിക്കാം. സ്വൈപ്പ് റൈറ്റ്, ഡൗൺ, പൊളിച്ചു. പക്ഷേ വീണ്ടും ആലപ്പുഴ. ഇത്രയും ദൂരെയൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്, എന്നാലും പോണല്ലോ. സെറ്റിൽ ഡൗൺ ഇൻ എ ഇയർ. കുറച്ച് കൂടി പോയില്ലേ? വേണ്ട, സെറ്റിൽ ഡൗൺ ഇൻ എ ഇയർ. ഒരു വർഷത്തിലൊന്നും നമ്മൾ സെറ്റിൽ ഡൗൺ ആവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരാൾക്ക് മാത്രം വെച്ചൊഴിയാനുള്ളതല്ല ജീവിതം. 33. ഓഹോ, കൊള്ളാലോ ഗൈസ്. A33 കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അണ്ടർ വാട്ടർ സ്വിമ്മറൊക്കെയാണ് കേട്ടോ. അണ്ടർ വാട്ടർ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് സ്വിമ്മിന്ന്. എനിക്കിട്ടൊരു ലൈക്ക്. T36 കാണാൻ കൊള്ളാം ഗൈസ്. നല്ല പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരി ഗൈസ്. ഈ പെമ്പിള്ളേർക്കെല്ലാം പഴംപൊരിയാണല്ലോ. എന്തായിരിക്കും എൻ്റെ റീസൺ? ഡേർട്ടി മൈൻഡ്. നോ. ക്രിസ്ത്യൻ കാത്തലിക് ഡിവോഴ്സ്ഡ്, ഡോണ്ട് വാണ്ട് ചിൽഡ്രൻ. കുഴപ്പമില്ല, ചിൽഡ്രൻ ഇല്ലെങ്കിലും കൊള്ളാം, കുട്ടി കൊള്ളാം, ഇരിക്കട്ടെ. ലൈക്ക് 22 കിലോമീറ്റേഴ്സ് ഉള്ള കേട്ടോ. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് തൊട്ടടുത്താണ്. ക്രിസ്ത്യൻ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. മതി, എല്ലാത്തിനും അതിൻ്റേതായ സമയത്ത് നടന്നാൽ മതി. സത്യം. ധൃതി വേണ്ട. എന്തിന് ധൃതി? മതി, പയ്യെ പനിയും തിന്നാന്നാണല്ലോ. നൈക്കടിച്ച് വിട്ടേക്കല്ലേ. കൊള്ളാം, നല്ല രസമുണ്ട്. എന്തേ ഇതെനിക്ക് പണ്ടേ തോന്നാഞ്ഞത്? സെറ്റിൽ ഡൗൺ ഇൻ എ ഇയർ. ഭയങ്കര ധൃതിയാണ്, പക്ഷെ ആള് കൊള്ളാം. ഇരിക്കട്ടെ, ലൈക്ക്. 33 കണ്ണൂർ. ഐ വിൽ ഫോൾ ഫോർ യു ഇഫ്. പ്ലേ ചെയ്ത് നോക്കാം. എന്തോ ഓഡിയോ ക്ലിപ്പാണ്, പ്ലേ ചെയ്ത് നോക്കാം. അയ്യേ, സിനിമ ഡയലോഗ് റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാണ്. ഉടായ്പാണ് കേട്ടോ. റൊമാൻസ് ടു മീ ഈസ് ഐ ഹാവ് നെവർ ലവ്ഡ് എനിവൺ. എത്ര വയസ്സുണ്ട്? 33. അത് വിശ്വസിക്കണം ഞാൻ എന്നിട്ട് ചെന്ന് ചാടിക്കൊടുക്കണം. വീഴുന്നത് വല്ല കിണറ്റിലോട്ടും ആയിരിക്കും. ലെഫ്റ്റ്. തൃശ്ശൂർ. മിനു 31. സെറ്റിൽ ഡൗൺ ഇൻ എ ഇയർ. വേണ്ട, ഇത് പോരാ. ഒരു വർഷം കൊണ്ട് സെറ്റിൽ ആവാനുള്ള മോഹം ഇല്ല. റൈറ്റ്. ഓ മൈ ഗോഡ്. പത്തനംതിട്ട. മച്ചാന്മാരെ, പത്തനംതിട്ടക്കാരി അച്ചായത്തി. ക്രിസ്ത്യനാണ് കേട്ടോ, പൊളിക്കാം. സെറ്റിൽ ഡൗൺ ഇൻ എ ഇയർ.
6 മാസത്തിലാണെങ്കിലും ഞാൻ സെറ്റിലാവാം, കുഴപ്പമില്ല. റൈറ്റ്. 42 years. That one മലയാളം സോങ് വേണ്ട, പാട്ട് കേൾക്കണ്ട. റൊമാൻസ് ടു മീ ഈസ് സിംപ്ലി സ്പെൻഡിങ് ക്വാളിറ്റി ടൈം together and the expression of love and affection in ways that evoke feelings of excitement, passion and connection. കൊള്ളാം, നല്ല ലിറ്ററേച്ചർ. ക്വാളിറ്റി ടൈം ടുഗദർ, അടിപൊളിയായിരിക്കും. നോക്കട്ടെ, ഫോട്ടോ നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയാണ്. കണ്ടാ ഗൈസ്, മൈ ഫേവറേറ്റ് കടി വിത്ത് ചായ വീണ്ടും വന്നിരിക്കുകയാണ്. പഴംപൊരി പ്ലസ് ബീഫ്. കമൻറ്റ് ചെയ്തേ പറ്റൂ. പെൺപിള്ളാരാണെങ്കിലും ആൺപിള്ളാരാണെങ്കിലും കമൻറ്റ് ചെയ്തേ പറ്റൂ. എന്തുകൊണ്ട് പഴംപൊരി നിങ്ങളുടെ ഫേവറേറ്റായി? അതാണ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ചെയ്യൂ, എനിക്കിതറിയണം ഗൈസ്. അല്ലെങ്കിൽ ഡേർട്ടി മൈൻഡഡ് ആണ് എന്നെ പോലുള്ള നാട്ടിലുള്ള എല്ലാ ആളുകളും. അവരെല്ലാം വേറെ ചിന്തിക്കും. ഇത് പെൺകുട്ടികളായ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കമൻറ്റ് ചെയ്യൂ. NG യൂണിവേഴ്സിറ്റി, ദ ബെസ്റ്റ് സദ്യ ഐ ഹാവ് ഹാഡ് ഈസ് ട്രിവാൻഡ്രം സദ്യ. ഇൻവൈറ്റ് ചെയ്യാം, സദ്യ മേടിച്ചു കൊടുക്കാന്ന് പറയാം. വരും. എത്ര കിലോമീറ്റർ ഉണ്ട്? എറണാകുളം കാര്യമാണ് കേട്ടോ. ട്രിവാൻഡ്രം സദ്യ മേടിച്ചു തരാമെന്നും പറഞ്ഞ് നമുക്ക് വിളിക്കാം. നല്ലൊരു ഐഡിയ ആണ്. അതാകുമ്പോൾ ട്രിവാൻഡ്രത്ത് വിളിച്ചു കൊടുത്ത് നല്ല കിട്ടക്കൊരു സദ്യ മേടിച്ചു കൊടുത്ത് വയറ് നിറച്ചങ്ങ് പറഞ്ഞുവിടാം. എന്തു പറയുന്നു? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിക്കേണ്ട, ഈ ഫോട്ടോ ഇങ്ങനെയാണ് കേട്ടാ, അതാണ് ഞാൻ നോക്കുന്നത്. ചുമ്മാ ഓരോ ഉളത്തരം ചിന്തിച്ചോണ്ടിരിക്കല്ലോ. 45. I will fall for you if you are ready to catch me. ഞാൻ പിടിക്കാം. എനിക്ക് പണ്ടേ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പിടിച്ചോളാതെ, ഡോണ്ട് വറി, ഞാൻ പിടിക്കാം. I wouldn't shut up about. Only if you have the strength to hear the truth. People will speak the truth to you. ഈശ്വര, ഇതാരാണ്? ഫോട്ടോ നല്ലതുപോലെ ഒന്ന് നോക്കട്ടെ. എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. We absolutely won't get along if you are going to host your red flags. എൻ്റെ ചുമന്ന ഫ്ലാഗ്സ് ഹോയിസ്റ്റ് ചെയ്താൽ എന്തായാലും ചുമന്ന ഫ്ലാഗ് എനിക്കുള്ളത്. ഗൈസ്, അങ്ങനെ പെട്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അരികെ തേച്ചു. അരികെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പൈസ നമ്മൾ റൈറ്റോ ലെഫ്റ്റോ സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് സ്വൈപ്പ് ചെയ്യാം. ഇനി റൈറ്റ് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ ഇത് ചെയ്യണം. അല്ലെങ്കിൽ 24 hours വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഇത്രയും പേരെ സ്വൈപ്പ് ചെയ്തില്ലേ, ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഇടുമോ, മാച്ച് ചെയ്യുമെന്നൊക്കെ നോക്കാം ഗൈസ്. എന്ത് പറയുന്നു? നൗ ദ വെയിറ്റിംഗ് ടൈം. ഗൈസ്, അങ്ങനെ ഒരാൾ നമുക്ക് സെറ്റായിട്ടുണ്ട്. ഒരു മാച്ച് കിട്ടി, നമുക്കൊരു ഹായ് അടിക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. അരികെ, ഹിയർ ഐ കം. ഗൈസ്, മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹേയ്, നൈസ് ടു ഗെറ്റ് മാച്ച്ഡ്, ഹൗ ആർ യു? ലൈക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് പുള്ളിക്കാരി കണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് വിൽ. അങ്ങനെ മെസ്സേജ് ഒന്നും കുറേ നേരമായിട്ട് കാണുന്നില്ല. മിക്കവാറും ഉറങ്ങിക്കാണും. ഇനി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ദിവസം നമുക്കിത് ഇന്നലെ നമ്മളൊരാളെ ചാറ്റ് ചെയ്ത് നിർത്തിയായിരുന്നല്ലോ. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ചാറ്റ് ചെയ്ത് ഒരാളെ നിർത്തിയിരുന്നു. അപ്പോൾ ആ ആളിനെയാണ് നമ്മൾ ഇന്ന് എന്തായി വല്ല മെസ്സേജസോ വല്ല റിപ്ലൈ വന്നോ നമുക്ക് നോക്കട്ടെ. ലെറ്റ്സ് ഡു ഇറ്റ്. ഗൈസ്, ഡിസപ്പോയിൻമെൻ്റ് ആണ്. രാവിലെ മെസ്സേജ് വന്നിട്ടില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല സൂപ്പർ മഴ. ചിലപ്പോൾ മഴയത്ത് മൂടിപ്പൊച്ചിട്ട് ഉറങ്ങിയിരിക്കും. ഉറങ്ങിക്കോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാം. ഗുഡ് മോർണിംഗ്. കേട്ടെ, വരുമോ നോക്കാലോ. അല്ലെങ്കിൽ കേട്ടോ, നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. എന്താണ് ഇവിടെ വിശേഷം? ഇരിക്കട്ടെ. ഇവിടെ നല്ല കിടുക്ക് മഴ. നമ്മൾ ഇന്നലെ മഴയെ പുച്ഛിച്ചത് കേട്ടു എന്ന് തോന്നുന്നു. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ റെഡ് അലർട്ട് എന്നൊക്കെ. പൊളി. ഞാൻ പോണ്ട പൊളിയല്ലേ പെൺപിള്ളേരെ വീഴ്ത്തുന്നതിൽ. ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്ന് കൂടെ ചോദിച്ചാലോ? അത് ഫസ്റ്റ് വയ്ക്കാം. ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ?
മെസ്സേജ് വന്നു ഗൈസ്, മെസ്സേജ് ആകിയ. ഇല്ലല്ലോ ഗൈസ്, ഇന്ന് ഡ്യൂട്ടി ഇല്ലാന്ന്. ദൈവമേ, ഈ മഴയത്ത് ഞാൻ കൊച്ചി വരെ ഓടിച്ച് പോകേണ്ടി വരുമോ? ഈ റോഡും കൊള്ളത്തില്ലല്ലോ. കുഴപ്പമില്ല, കോട്ടയം വഴി പോകാന്നേ. ഗുഡ് മോർണിംഗ് അയച്ചു ഗൈസ്. മുടിയൊക്കെ പോയല്ലോ, വാ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഗൈസ്, ഞാനൊന്നും പറയുന്നില്ല. എന്ത് പറയും? മുടിയൊക്കെ പോയല്ലോ, വാ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന്. ആഹാ, ഓഹോ, ട്രാൻസ്പ്ലാന്റിങ് സെന്ററിലാണോ വർക്ക് ചെയ്യുന്നത്? അതല്ലോ, സൂപ്പർ ഗൈസ്. അങ്ങനെ നമ്മുടെ അരികെ ഡേറ്റിംഗ് സ്വപ്നം തകർന്നടി. ഒന്നും പറയാനില്ല, വളരെ ശോകമായി. അപ്പോൾ കേരളത്തിലെ പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഗേൾസ്, നിങ്ങൾക്ക് തലയിൽ മുടിയില്ലാത്തൊരു പയ്യനെ ഇഷ്ടമല്ലേ? അത് നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ ആണോ? എന്തുമാത്രമാണ് മുടിയുള്ളൊരു പയ്യൻ, എന്തുമാത്രമാണ് ബാൾഡ് ഹെഡഡ്? ചിന്തിച്ചോ, ബാൾഡ് ഹെഡഡ് വിത്ത് നല്ല കിടുക്ക് ബോഡി, നല്ല ആറ്റിറ്റ്യൂഡ്, റിച്ച്, മെർസിഡീസ് ബെൻസ്, ലാംബോർഗിനി, റോൾസ് റോയ്സ് എല്ലാമുള്ള ഒരു ബാൾഡ് ഹെഡഡ് പയ്യനെയാണോ, ഇതൊന്നും ഇല്ലാത്ത മുടിയുള്ളൊരു പയ്യനായിരിക്കുമോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? എനിക്കറിയാനൊരാഗ്രഹം. ഇതൊന്നും ഇല്ലെങ്കിലും ബാൾഡ് ഹെഡഡ് ആണോ, മുടിയുള്ള ആളാണോ, എന്താണ് നിങ്ങൾ പെമ്പിള്ളാരുടെ പ്രിഫറൻസ്? ഒന്നറിഞ്ഞാൽ കൊള്ളാം പ്ലീസ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, എനിക്ക് നല്ലൊരു അടി കിട്ടിയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. വേണ്ടല്ലേ, വെറുതെ നാണം കിടേണ്ട ആവശ്യമുണ്ടോ? എന്നാലും ചോദിക്കുകയാണ്, എൻ്റെ തലയിൽ മുടി ഇല്ലെങ്കിലും എന്നെപ്പറ്റി നിങ്ങളൊരു റേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം റേറ്റ് ചെയ്യും? ബോയ്സ്, നിങ്ങൾ റേറ്റ് ചെയ്യരുത്, ഓൺലി ഫോർ ഗേൾസ്. ഓക്കെ, ഒന്ന് റേറ്റ് ചെയ്യൂ പ്ലീസ്, കമൻറ്റ് ചെയ്യൂ പ്ലീസ്. കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂടട്ടെ, എന്നിട്ട് വേണം. എന്നാൽ പിന്നെ അരികെ കളഞ്ഞിട്ട് ഞാൻ ടിൻഡറിലോട്ട് നമുക്ക് നോക്കാം. കമൻറ്റ് ചെയ്യൂ പ്ലീസ്.